ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഗാർഡനിലേക്ക് വളരെ യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻഡോറായിട്ടും അതുപോലെ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ്. അഗ്ലോണിമ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. കൂടുതലും നമ്മൾ ഇൻഡോറായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അഗ്ലോണിമ പ്ലാന്റിന് ഫ്ലവറും വരും. പക്ഷേ ഈ പ്ലാന്റിന് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ലീഫൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലവർ വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതൊരിക്കലും അതുമേ വെച്ച് കൊടുക്കാൻ പാടില്ല. ഫ്ലവർ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ വളർച്ച തന്നെ മുരടിച്ചു പോകും. ഇത് മോൺസ്റ്റെറ അഡൻസോണി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെയും പ്രത്യേകത ഇതിൻ്റെ ലീഫ് തന്നെയാണ്. ചെറിയ ഹോൾസുകളോട് കൂടിയുള്ള ഒരു ലീഫാണ് ഈ പ്ലാന്റിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഇതുപോലെയാകാനും നല്ല ഹെൽത്തി ആയിട്ട് വരാനും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ടത്തോണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിന് ഇട്ട് കൊടുക്കും. ഞാൻ ഈ മുട്ടത്തോണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇത് മിക്സിയിൽ പൊടിച്ചെടുത്ത് നല്ല രീതിയിലാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. സ്പൈഡർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. നോർമൽ നമ്മൾ കാണുന്ന സ്പൈഡർ പ്ലാന്റിനേക്കാളും കുറച്ചൊരു വെറൈറ്റിയാണിത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മൊക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് കിടക്കും. ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ധാരാളം സ്പൈഡർ പ്ലാന്റുകൾ വേറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റെമ്മ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് നട്ടുകൊടുക്കാം. ഇപ്പം ഞാനിത് അങ്ങനെ ചെയ്തതാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും വീടുകളിൽ ചിലപ്പോൾ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണിത്. നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന ജസ്റ്റ് കുറച്ച് പലകകളെടുത്ത് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് പിന്നെ PVC പൈപ്പ് ഒരു പില്ലറായിട്ട് വെച്ച് അതിൻ്റെ മേലെ പലകയും വെച്ച് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണിത്. ഈ ഒരു സംഭവം ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു തീം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ വൈറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സുകളും വൈറ്റ് പോട്ട്സുകൾ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് വന്നപ്പോൾ നല്ലൊരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു ഇത് കാണാൻ. ഇത് നോർമൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ്. എന്നാലും ഗാർഡനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നതും ആയിരിക്കും. ഇതുപോലെയുള്ള ക്ലൈംബിംഗ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ധാരാളം ഉണ്ടായിരിക്കും. സിങ്കോണിയ, ഫിലോഡെൻഡ്രോണൊക്കെ ക്ലൈംബിംഗ് പ്ലാന്റ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു PVC പൈപ്പിൽ കയറ് ചുറ്റിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏത് ടൈപ്പിലുള്ള സ്റ്റിക്ക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് റൂട്ട്സ് വരുമ്പോൾ ഇതുമ്മക്കൂടി ഇങ്ങനെ പടർന്ന് പോയിട്ട് അതൊരു നല്ലൊരു പ്ലാന്റായിട്ട് മാറിക്കോളും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറിയൊരു എന്നാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.